ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അവിടെ ഇപ്രകാരം നമ്മൾ കാണുകയാണ്: തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഈശോ ഒരു ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെ എടുത്തു വച്ചിട്ടാണ് ഈ വചനം പറയുക. ഫരിസേയൻ അഹങ്കാരത്തോടുകൂടെ തന്നെ തന്നെ ഉയർത്തിക്കൊണ്ട് ഞാൻ ദാനം കൊടുക്കുന്നവനാ, ഞാൻ ഉപവസിക്കുന്നവനാ, ഞാൻ എല്ലാ നേരവും പ്രാർത്ഥിക്കുന്നവനാ എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു. മറിച്ച് ചുങ്കക്കാരൻ ഞാനൊരു പാപിയാ, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഉള്ള യോഗ്യതയില്ല, എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ രണ്ടുപേരുടെയും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് ഈശോ പറയുവാണ്, ഇതാ ആ ഫരിസേയനേക്കാൾ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായിട്ട്, എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട്, പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിട്ട് ആ ചുങ്കക്കാരൻ പോയി. ഇത് പറഞ്ഞിട്ട് ഈശോ പറയാണ്, എന്താ പറഞ്ഞേ? തന്നെ തന്നെ ഉയർത്തുന്നതും താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്ന ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവർ, നമ്മളേക്ക് തന്നെ നോക്കിക്കേ. ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ സൂപ്പറാ, ഞാൻ മറ്റുള്ളവർക്കാൻ ഭേദമാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടോ? അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവർക്കാൻ ഭേദമാണെന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മളിങ്ങനെ ആയതിന് പുറകിൽ ഒരു ചരിത്രമുണ്ട്. നമുക്ക് ദൈവം നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മുടെ ദേവാലയങ്ങളിലൂടെയും പല ഇടങ്ങളിലൂടെ നമുക്ക് നന്മ നമ്മുടെ ഉള്ളിൽ കുത്തി നിറച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇൻപുട്ട് അനുസരിച്ച്, നമുക്ക് കിട്ടിയ വചനം അനുസരിച്ച്, നമുക്ക് മാതാക്കന്മാർ കിട്ടിയ സ്നേഹം അനുസരിച്ച്, തെറ്റിതിരുത്തലനുസരിച്ച് നമ്മൾ ഇത്രയായാൽ പോരായിരുന്നു, ഇതിലും കൂടുതൽ നന്നാവേണ്ടവരായിരുന്നു. ഇനി നമ്മൾ ചിലരൊക്കെ നോക്കിയിട്ട് അവൾ മോശമാണ്, അവർ ശരിയല്ല, അവരുടെ വർത്തമാനം ശരിയല്ല, അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു പക്ഷെ നമുക്ക് കിട്ടിയ അത്രയും നന്മ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വിധിക്കണ്ട. കാരണം അവർക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു താലന്തിൻ്റെ ഉപമയെക്കുറിച്ച് യേശു പറയുന്നില്ലേ, 10 കിട്ടിയവൻ 10 കൂടെ ഉണ്ടാക്കാൻ കടപ്പെട്ടവരാ. പക്ഷെ 5 കിട്ടിയവൻ 5 ഉണ്ടാക്കിയാൽ മതി, ഇനി 1 കിട്ടിയവൻ 1 ഉണ്ടാക്കിയാൽ മതി. അപ്പം എന്ന് പറഞ്ഞാൽ കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്ന് കർത്താവ് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾക്കുള്ള നന്മയുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ നന്മയെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അങ്ങനെ സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കേണ്ട ഇടയില്ല കേട്ടോ. മറിച്ച് കർത്താവ് നമുക്ക് കൂടുതൽ തന്നതുകൊണ്ടാണ്, മാതാപിതാക്കന്മാരിലൂടെ, കുടുംബത്തിലൂടെ, മറ്റ് പലയിടങ്ങളിലൂടെ. അപ്പം അങ്ങനെ കൂടുതൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മിൽ തന്നെ അഹങ്കരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവർ കൂടുതൽ കൊടുക്കാൻ വേണ്ടി, കരുണ കൊടുക്കാൻ വേണ്ടി, സ്നേഹം കൊടുക്കാൻ വേണ്ടി, അവരോട് ക്ഷമിക്കാൻ വേണ്ടി. ചിലപ്പോൾ നമ്മോട് തിന്മ പ്രവർത്തിക്കുന്നവരുണ്ട്, അവർ കുറവേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ കിട്ടിയാൽ നമ്മൾ അവരോട് ക്ഷമിക്കണം, എന്നിട്ട് ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ ഉയർത്തിക്കൊണ്ട് വരണം, അവർക്ക് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരിക്കലും നമ്മിൽ തന്നെ അഹങ്കരിക്കരുത്, തന്നെ തന്നെ ഉയർത്തരുത്. നമ്മൾ എവിടെയൊക്കെ നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഓർക്കണം, എനിക്ക് ദൈവം ഒത്തിരി നൽകിയതുകൊണ്ട് ഇത്ര ഞാൻ നന്മയിൽ നിൽക്കുന്നത്, ഇനിയും നന്നാവേണ്ടതായിരുന്നു, ഇത്രയേ ആയുള്ളൂ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛിക്കാതെ, ഇനി കുറവുള്ള ആരെങ്കിലും കാണുമ്പോൾ മനസ്സിലാക്കണം, എനിക്ക് ദൈവം തന്ന അത്രയും അവനവൾ കൊടുത്തിട്ടില്ല, മറിച്ച് എനിക്ക് തന്നിട്ട് ദൈവം പറയാം, നീ കൊടുക്കണം, ഞാൻ കൊടുക്കണം, ഞാൻ സ്നേഹം കൊടുക്കണം, ഞാൻ കരുണ കൊടുക്കണം. എൻ്റെ ഉത്തരവാദിത്വമാണ് അവനെ അവളെ കൂടുതൽ സ്നേഹത്തിലേക്കും നന്മയിലേക്കും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട നമുക്ക് അഹങ്കരിക്കാൻ പറ്റില്ല. ഇനി അഹങ്കരിക്കുകയാണെങ്കിൽ ദൈവം പറയുവാണ്, താഴ്ത്തപ്പെടും. തന്നെ എളിമയോടെ താഴ്മയോടെ നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഉയർത്തപ്പെടും. ഇങ്ങനെ നമ്മൾ എളിമയോടെ നിൽക്കുന്നത്, തന്നെ താഴ്ത്തുന്നത് എങ്ങനെയാണ്? എനിക്കൊന്നുമില്ല, ദൈവം തന്നതുകൊണ്ടാണ് എനിക്കിത്രയായത്, എൻ്റെ അല്ല ദൈവത്തിൻ്റെയാണ്. അതാണ് തന്നെ താഴ്ത്തുക. ഈ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.